അവിടെ എത്തിയതിനു ശേഷം അവൻ രാജാവിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വിജയിച്ചു. അത് പറയുകയും അവൻ താഴെ വീണ് മരിക്കുകയും ചെയ്തു. और जब वो अपने दौड़ को पूरा किया, राजा के सामने उसने कहा कि हम जयवंत होंगे, इतना कहकर वो नीचे गिरकर मर गया. അവന്റെ ഓട്ടത്തിന് ഒരു അർത്ഥമുണ്ടായിരുന്നു. उसके दौड़ का एक अर्थ था. അവന്റെ ഓട്ടത്തിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. उसके दौड़ में एक संदेश था. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെ ഒരു വലിയ സന്ദേശം എന്റെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിജയത്തിന്റെ സന്ദേശമാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തിയ യേശുവിന്റെ മാർഗം ഈ ലോകത്തെ അറിയിക്കുവാനുള്ള ഒരു വലിയ സന്ദേശം അവൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. मेरे प्रिय भाई और बहनों, प्रभु ने एक बहुत बड़ा संदेश हमारे हाथों में दिया है. वो संदेश ये है कि हे मृत्यु, तेरा डंक कहां है? हे हदलोक, तेरी विजय कहां है? ये विजय के ऊपर, इन बातों के ऊपर हमें विजय लेना जरूरी है. പൗലോസിന്റെ മാനസാന്തരം, പൗലോസ് അഭിഷക്തനായി തീർന്നത്, അവന്റെ സ്നാനം എല്ലാം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യേശുവിന്റെ അടിമയായി തീർന്ന പൗലോസ് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ തത്വശാസ്ത്രം വികസിപ്പിച്ചെടുത്തു. അതാണ് അവന്റെ വിജയത്തിന്റെ രഹസ്യം. ഹല്ലേലൂയ. पौलुस के जीवन के बारे में, उसके मन परिवर्तन के बारे में, उसके बपतिस्मा के बारे में मैं बताना नहीं चाहता, परंतु जब वो यीशु का गुलाम बन गया, उसके जीवन में जो तत्व चिंताएं थी उसके बारे में मैं बताना चाहता हूं. അതിൽ പരമപ്രധാനമായ ഒരു കാര്യം പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പിൻപിലുള്ളതിനെ മറക്കുന്നു, മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. पौलुस इस प्रकार से कहता है, जो बातें पीछे रह गई है उनको भूलकर आगे की ओर दौड़कर मैं दौड़ को पूरा करता हूं, जिसके लिए मसीह यीशु ने मुझे बुलाया है. പിൻപിലുള്ളത് മറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും മുമ്പിലേക്ക് ഓടി വിരുദു പ്രാപിക്കുവാൻ സാധ്യമല്ല. पीछे की बातों को अगर हम भूलते नहीं तो आगे की बातों की ओर दौड़कर हमें जय प्राप्त करना मुश्किल है. വിട്ടുപോകുന്നതിനെ കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. अगर जो बातों को पीछे पौलुस भूलता नहीं तो दोबारा उसकी ओर जाने का लक्षण था. ചികഞ്ഞു നോക്കിയാൽ ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുവാൻ കഴിയും. ओ, जिसका मतलब है कि किसी के जीवन में से कुछ ना कुछ प्राप्त हो सकता है, देखा जा सकता है. ഒരു ഗ്രാമത്തിൽ ഒരു ജ്യേഷ്ഠനും അനിയനും പാർത്തിരുന്നു. ओ, एक गांव में बड़ा भाई और छोटा भाई रहता था. ദാരിദ്ര്യമുള്ള വീട്ടിൽ ജനിച്ചു വളർന്ന ആ ജ്യേഷ്ഠനും അനുജനും ദാരിദ്ര്യം സഹിക്കാൻ വയ്യാത്ത ഒരു ദിവസം സമീപത്തുള്ള സമ്പന്നനായ ഒരു മനുഷ്യന്റെ ആടിനെ മോഷ്ടിച്ചു. एक दिन क्या हुआ, ये दोनों भाई इतने गरीब थे, गरीबी के कारण उन्होंने एक धनी व्यक्ति के घर में जाकर वहां से एक बकरी को चुरा लिया. മോഷണം ശീലമില്ലാത്തവരായിരുന്നത് കൊണ്ട് കയ്യോടെ പിടികൂടി. ओ, उन्होंने चोरी करना कभी सीखा नहीं, उनको आता नहीं था, इसलिए जब चोरी करने गए तो पकड़े गए. ആടുകളുടെ ഉടമസ്ഥൻ അവരെ കയ്യോടെ പിടികൂടി ആടിനെ വീണ്ടെടുത്തിട്ട് ജ്യേഷ്ഠന്റെയും അനുജന്റെയും നെറ്റിയിൽ ST എന്ന് എഴുതി വെച്ചു, ഷീപ്പ് തീവ്സ്. और उस मालिक ने अपने भेड़ को उनके हाथों से वापस ले लिया. बड़े भाई के और छोटे भाई के माथे में ST करके एक स्टिकर लगा दिया, एक छप्पा लगा दिया, जिसका मतलब है भेड़ों को चुराने वाले. ആടിനെ മോഷ്ടിക്കുന്നവർ, ओ, भेड़ों को चुराने वाले. രണ്ടുപേരും കുറെ നാൾ ആ ഗ്രാമത്തിൽ വളർന്നു ജീവിച്ചു വന്നു. और कुछ दिन ऐसे बीत गए, दोनों बड़े होते गए. അപമാനഭാരം സഹിക്കാൻ വയ്യാതെ ഒരാൾ ഗ്രാമം വിട്ടുപോയി. ओ, उनमें से एक भाई शर्म को सह नहीं सका, इसलिए वो अपना गांव छोड़कर चला गया. മറ്റേയാൾ ആ ഗ്രാമത്തിൽ തന്നെ പാർത്തു. दूसरा भाई वही गांव में बसा रहा. കാലം കുറെ കഴിഞ്ഞുപോയി. कुछ समय ऐसा बीत गया, പുതിയൊരു തലമുറ ആ ഗ്രാമത്തിൽ എഴുന്നേറ്റ് വന്നു. एक नई पीढ़ी उस गांव में आ गई. പലർക്കും അറിയത്തില്ല എന്താണ് ഈ നെറ്റിയിലെ അടയാളം, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. कई लोगों को अब तक भी मालूम नहीं इस व्यक्ति के सिर में या माथे में लगाया गया हुआ ये चिन्ह क्या है. ചെറുപ്പക്കാർ പരസ്പരം ചോദിച്ചു, ആ മനുഷ്യന്റെ നെറ്റിയിൽ ST എന്ന് എഴുതിയിരിക്കുന്നു, എന്താണ് അതിന്റെ അർത്ഥം? छोटे लड़के लोगों ने आपस में पूछा कि इस व्यक्ति के माथे में लगाया हुआ ST का मतलब क्या है. ഒരുത്തൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് ഒരു കാര്യമേ പിടികിട്ടുന്നുള്ളൂ, മിക്കവാറും അത് സെയിന്റ് എന്നാകാനാണ് സാധ്യത. ओ, एक लड़के ने इस प्रकार कहा, S का मतलब शायद सेंट होगा, संत होगा. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ,
നിനക്ക് അപമാനകരമായ ഒരു മേലെഴുത്തുണ്ടായിരുന്നു. എന്റെ യേശു ആ ന്യായ പ്രമാണത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും മാറ്റി അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി നമ്മെ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിയാക്കി മാറ്റിയപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് ജീവിതം ഫലവത്തല്ലാതാക്കി തീർക്കുവാനല്ല, എനിക്ക് മുമ്പിലേക്ക് പോകുവാനുണ്ട്, എനിക്കൊരു വലിയ ലക്ഷ്യം തികയ്ക്കുവാനുണ്ട്. മറക്കുകയും പൊറക്കുകയും ചെയ്യുന്നതാണ് പെന്തക്കോസ്തിന്റെ ആധാരശില. ഹല്ലേലൂയ. मेरे प्रिय भाई और बहनों, हमारे ऊपर भी एक शर्मनाक चिन्ह था, परंतु प्रिय प्रभु यीशु मसीह ने उस शर्मनाक चिन्ह को दूर कर कर और आगे पौलुस इस प्रकार कहता है, पीछे की बातों को छोड़कर आगे की ओर दौड़ा चलाता हूं जिसके लिए प्रभु ने मुझे बुलाया है. ജോസഫിന്റെ ജീവിതത്തിൽ അവന് വേദനാജനകമായ അനവധി തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരന്മാർ അവനെ പീഡിപ്പിച്ചു, സഹോദരന്മാർ അവനെ ഒറ്റിക്കൊടുത്ത് അവൻ ഏകാന്ത പഥികനായി തീർന്ന വേദനാജനകമായ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വേണ്ടുവോളമുണ്ട്. जोसेफ के जीवन में बहुत से, यूसुफ के जीवन में बहुत से ऐसे दर्द की बातें, उसके भाइयों ने उसे त्याग दिया, उसके भाइयों ने उसे छोड़ दिया, उसके भाइयों ने उसे बेच दिया. कई प्रकार के दर्द के अनुभव यूसुफ के जीवन में है. എന്നാൽ മിസ്രയീമിലെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ജോസഫ് പറയുന്നത്, ഞാൻ എന്റെ മൂത്ത മോന് മനശ്ശെ എന്ന് പേരിടുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? എന്റെ വേദനാജനകമായ ഭൂതകാലം, ഞാൻ ചതിക്കപ്പെട്ട ഭൂതകാലം, ഞാൻ വഞ്ചിക്കപ്പെട്ട ഭൂതകാലം ഞാൻ പാടേ മറക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, എന്നെ അന്യദേശത്ത് വർദ്ധിപ്പിക്കുവാൻ, ഫലഭൂയിഷ്ടിയുള്ളവനാക്കുവാൻ അവൻ എനിക്ക് മറ്റൊരു മകനെ തന്നിരിക്കുന്നു. ഞാൻ അവനെ എഫ്രയീം എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറക്കുകയും പൊറുക്കുകയും ചെയ്യാതെ ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. പെന്തക്കോസ്തിന്റെ ആധാരശില क्षमयान. हालेलुया. मेरे प्रिय भाई और बहनों, यूसुफ के जीवन में बहुत से दुखों और दर्द का अनुभव करना पड़ा. उसका बड़ा बेटा हुआ जिसका नाम उसने मनश्शे रखा, जिसका मतलब है परमेश्वर ने मेरे दुखों को अंत कर दिया है और मुझे एक सुखदायक जीवन मिला है. उसके बाद एक और बेटा उत्पन्न हुआ जिसके द्वारा यूसुफ ने कहा कि परमेश्वर ने अब तो मुझे फलवंत किया है. നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അസാധാരണമായ പീഡ അനുഭവിച്ച കോറി ടെൻബോം, അവളുടെ സഹോദരി ബെറ്റ്സി അവരനുഭവിച്ച ആ പ്രാണവേദന വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കും. प्रिय भाई और बहनों, नाजियों के कैंप में हिटलर के द्वारा जो अत्याचार किया गया, दो बहनों के बारे में वो बताया जाता है, वो हमारे बयान से बाहर है. പീഡനത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ ബെറ്റ്സി ആ ക്യാമ്പിൽ തന്നെ മരിച്ചു. वो अत्याचार इतना दर्दनाक था कि उसमें से एक बहन जिसका नाम बेट्सी था, वहां पर उसकी मौत हो गई. കോറി ടെൻബോം കഷ്ടിച്ച് രക്ഷപ്പെട്ട് അവൾ ഒരു സുവിശേഷ പ്രസംഗകയായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സന്ദർശിച്ചു. कोरी टेनबूम करके एक बहन है, वो वहां से बच गई और दुनिया के अलग अलग प्रांतों में जाकर यीशु मसीह के सुसमाचार को प्रचार करने लगी. ഇംഗ്ലണ്ടിൽ ഒരു യോഗത്തിൽ അവൾ ക്ഷമയെ കുറിച്ച് പ്രസംഗിച്ചു. അതിനുശേഷം യോഗം അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവളുടെ അടുക്കലേക്ക് ഓടി വന്ന് അവൾക്ക് കൈകൊടുക്കുവാൻ താല്പര്യപ്പെട്ടു. और एक दिन जब वो इंग्लैंड में प्रचार कर रही थी क्षमा के बारे में, ये प्रचार के बाद इंग्लैंड में वो प्रचार सुनने वाला एक व्यक्ति उस बहन के पास आया और उनको हाथ दिया. വികാരഭരിതയായി കോറിയ മനുഷ്യനെ നോക്കി. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവൾക്ക് അസഹനീയമായ വേദനയും ആത്മനിന്ദയും പീഡയും ഉണ്ടാക്കിയ മനുഷ്യൻ, അയാളുടെ കൈകൊണ്ടാണ് അവളുടെ സഹോദരി ലോകത്തോട് യാത്ര പറഞ്ഞത്. ആ മനുഷ്യൻ ഓടി വന്ന് കൈകൊടുക്കുവാൻ തുടങ്ങുമ്പോൾ അവൾ അല്പസമയം പകച്ചു നിന്നു. मेरे प्रिय भाई और बहनों, ये वही व्यक्ति है जिसके अत्याचार के द्वारा उसकी बहन की जान गई और जिसने इस बहन के ऊपर भी अत्याचार किया. जब ये व्यक्ति उससे हाथ मिलाने के लिए आया तो कोरी बोम करके ये जो बहन थी वो थोड़ी देर स्तब्ध खड़ी रही. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവൾ പ്രസംഗിച്ചത് ക്ഷമയെ കുറിച്ചാണ്. അവളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹത്തിന്റെ ആഴം ഓർമ്മ വരുവാനിടയായി തീർന്നു. അവളുടെ കരം കയറി ഗ്രസിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, കോറി, എനിക്കറിയാം നിനക്കെന്നോട് ക്ഷമിക്കുവാൻ സാധ്യമല്ല. അത്രയധികം പീഡനങ്ങൾ ഞാൻ നിനക്ക് നൽകി തന്നിട്ടുണ്ട്. എന്നാൽ നസ്രായനായ യേശു എന്നോട് ക്ഷമിച്ചു. ഞാൻ ഇന്നൊരു വിശ്വാസിയാണ്. നിനക്ക് എന്നോട് ക്ഷമിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. कोरी टेनबूम कुछ देर स्तब्ध रही, परंतु उसे याद आया कि यीशु मसीह ने प्रेम करने के लिए सिखाया और उसने वही प्रचार किया क्षमा के बारे में. और उस व्यक्ति ने कहा कि मुझे पता है आपके ऊपर मैंने बहुत सा अत्याचार किया, आपको बहुत सा दुख और दर्द दिया, परंतु यीशु मसीह ने मुझे माफ कर दिया और मैं चाहता हूं आप भी मुझे माफ करो. അവൾ ആ മനുഷ്യനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു,
ഞാൻ നിന്നോട് വാസ്തവമായി ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. और उस बहन ने उस व्यक्ति से कहा, मैं तुझे वास्तविक रूप से क्षमा करती हूं.